ഇത് കണ്ടോ, ഇത് കുട്ടികളുടെ സൈക്കിളിൻ്റെ ചെയിനാണ് ഈ വിട്ടുപോയിരിക്കുന്നത്. ഇത് വിട്ടുപോയി, ഇതിൻ്റെ ഒരു ലോക്ക് ഉണ്ടായിരുന്നു, ആ ലോക്ക് ഇതുണ്ടോ വിട്ടുപോയിട്ടാണ് ഇത് ഈ കണ്ടീഷനിൽ ആയിപ്പോയത്, വിട്ടുപോയതാണത്. അപ്പോൾ ഈ ലോക്ക് വിട്ടുപോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇത് തുറന്ന് ചെയിനൊക്കെ തുറന്നൊന്ന് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും പിടിപ്പിച്ച സമയത്ത് ഇതിൻ്റെ ലോക്ക് തിരിഞ്ഞുപോയി. ആ ലോക്ക് തിരിഞ്ഞു പോയത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് പറയാം. അതിനു മുമ്പ് ഇതുണ്ടോ, ഇതാണ് സൈക്കിള് ചെയിനൊക്കെ ഊരി പോയതിന് ശേഷം മാറ്റി വെച്ചിരിക്കുവാണ്. ഇത് നമ്മൾ ഇടാൻ വേണ്ടി പോവാണ്. ഈ സൈക്കിളിന് എങ്ങനെയാണ് ഈ ചെയിൻ ഇടുന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ലോക്ക് ചെറിയൊരു സാധനമുണ്ട്, അത് ചാടിപ്പോയിട്ടുണ്ട്. അതിന് പകരം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇത് കണ്ടോ, ഇതാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ ലോക്ക് ഇതുണ്ടോ, ഈ കാണുന്നതാണ് ഈ യു പോലെ ഇരിക്കുന്നത്, ഇതാണ് ഇതിൻ്റെ ലോക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സാധനം നമ്മൾ ചെയിനിലിടുന്ന സമയത്ത് നമ്മൾ ചെയിൻ കറങ്ങുന്ന വശത്തേക്ക് വേണം നമ്മൾ ഈ വളവുണ്ടല്ലോ, ഈ വളവ് യു പോലെ ഇരിക്കുന്നത് മുന്നോട്ട് വേണം ഇരിക്കാൻ. ഇത് തിരിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ ചെയിനെ പോയി മുട്ടും, സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ പോയി മുട്ടും. ആ മുട്ടുന്ന സമയത്ത് ഇത് പുറകോട്ടേക്ക് തെറ്റി അങ്ങ് പോകും. തെറ്റിപ്പോയി കഴിയുമ്പോൾ ഇത് ഊരിപ്പോയിട്ട് അങ്ങനെയാണ് ഈ ലോക്ക് ഇതങ്ങ് പോയത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ അഴിച്ചു കഴിഞ്ഞാൽ ചെയിൻ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ചവിട്ടി മുന്നോട്ട് പോകുന്ന ഭാഗത്തേക്ക് വേണം ഈ സാധനം വരാൻ, പുറകോട്ട് തിരിഞ്ഞു പോകരുത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. ഇതുണ്ടോ, ഇത് ചെയിൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ വേണം വയ്ക്കാൻ. അല്ലാണ്ട് ചെയിൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പോയി തട്ടിയതിന് ശേഷം അത് പുറകോട്ടേക്ക് ഊരിപ്പോകും. അങ്ങനെയാണ് ചെയിൻ വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ വിട്ടുപോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ചെയിൻ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഇങ്ങോട്ടാണ് പോകുന്നെങ്കിൽ ഈ സാധനവും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വേണം ഫിറ്റ് ചെയ്യാൻ. ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ ഇതിൻ്റെ മുന പോയി കൊണ്ടിട്ട് ഊരിപ്പോവും. അതാണ് ഈ ചെയിൻ ഇടുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം. ഇത് പുതിയ ചെയിനല്ല, പഴയ ചെയിൻ ചാടിപ്പോയതാണ്, അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഇതിപ്പോൾ വളഞ്ഞു പോയി. അപ്പോൾ ഇത് മാറ്റിയിട്ട് വേണം, ഇത് മാറ്റിയിട്ടതിന് ശേഷം ഇവനെ അങ്ങ് പിടിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇതുകൊണ്ടോ, നമ്മൾ ചെയിന് കൊണ്ടുവന്ന് വെച്ചിരിക്കുവാണിത്. ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കാം. അതിന് നമ്മൾ ലോക്ക് ഇടണം. അപ്പം ഇങ്ങനെ നമ്മൾ ചെയിൻ കറക്റ്റായിട്ട് എൻ്റെ ക്ലച്ച് വഴി, എൻ്റെ ഫ്ലൈ വീല് വഴി കറക്റ്റ് കൊണ്ടുവന്നതിന് ശേഷം നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുക. ഇനിയിപ്പം ഈ ചെയിൻ കറങ്ങാൻ പോകുന്നത് മുന്നോട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് കറങ്ങാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ആ പിന്നിടുന്നത് കാണിച്ചുതരാം. ഇങ്ങോട്ടേക്കാണ് നമ്മൾ ചവിട്ടുമ്പോൾ കറങ്ങുന്നത്. അപ്പോൾ ഈ വശത്തേക്ക് വേണം അതിൻ്റെ പിന്ന് വരാൻ. മറുവശത്തേക്കാണ് വരുന്നെങ്കിൽ അത് എവിടെയെങ്കിലും തട്ടിയിട്ട് ഊരിപ്പോവും. അപ്പോൾ ആ പിന്നിടുന്നത് കാണിച്ചു തരാം. അപ്പോൾ പിന്ന് ഊരുന്നതാണ്. ഇങ്ങനൊരു പ്ലെയർ വെച്ചാൽ മതി. ഈ പ്ലെയർ വെച്ചിട്ട് ഇതിൻ്റെ ഇതേ കൂട്ടി ഇതുണ്ടോ, പയ്യെ ഇങ്ങനെ തിക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ ഊരിപ്പോരുന്നുണ്ടോ, ഇതുണ്ടോ ഊരിപ്പോന്നേക്കുന്നുണ്ടോ. ഇതാണ് ഈ കാണുന്ന പിന്ന്. ഇതിവിടെ നിന്ന് പോകുന്നു. ഇവിടുന്ന് ചെറിയൊരു പ്ലേറ്റും കൂടെ ഉണ്ട്, കണ്ണിയുണ്ട്. അതും കൂടെ നമ്മൾ ഊരി പുറത്ത് വെക്കണം. അപ്പോൾ അതിടാം. ഇങ്ങോട്ട് ചവിട്ടുമ്പോൾ ഇതുണ്ടോ, ഇങ്ങോട്ടാണത് കറങ്ങുന്നത്. അപ്പം ഇതിങ്ങനെ വെച്ചിരിക്കുന്നു. അടുത്തായിട്ട് ഇതുണ്ടോ, ഈ ക്ലിപ്പ് ഇതിനകത്തോട്ട് കയറ്റിയിടുന്നു. ഉണ്ടോ,
അത് നമ്മൾ കയറ്റിയിട്ടു. അടുത്താണ് ഏറ്റവും പ്രധാനം. അടുത്ത് നമ്മൾ ഈ ലോക്ക് ഇടുക. ഈ ലോക്കിന് അകവും പുറവും ഉണ്ട് കേട്ടോ. ഈ മിനുസം ഉള്ളത് പുറത്തേക്ക് വരണം. മിനുസം ഉള്ളത് പുറത്തേക്ക്. ഇത് ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ ഇടാവുള്ളൂ. ഇങ്ങനെ ഒരു കാരണവശാലും ഇടരുത്. ഇത് ഇങ്ങനെ ഇടാവുള്ളൂ. എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഇതുണ്ടോ, ഇതിൽ ഇങ്ങ് കയറ്റുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളിട്ട ലോക്ക്. ഇതുണ്ടോ, ചെയിൻ ഇങ്ങോട്ടാണ് കറങ്ങുന്നത്. അപ്പം അതിൻ്റെ യു പോലെയുള്ള ഭാഗം ഇങ്ങോട്ടേക്ക് വേണം വരാൻ. ഇത് കയറ്റിയിട്ടതിന് ശേഷം ഇതാണ്ട് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും അവിടെ പോയി തട്ടിയിട്ട് ദൂരത്തില്ല. തിരിച്ചിടുന്നെങ്കിൽ ഇത് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ചെയിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും തട്ടിയിട്ട് ഊരിപ്പോകും. അങ്ങനെയാണ് വിട്ടുപോയത്. ഇപ്പം കറക്റ്റായിട്ട് പോകേണ്ടത്. ഇതുണ്ടോ, ആ പോകുന്നതുണ്ടോ, ഇതിങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണിത്. പോയിട്ട് ഇതിങ്ങനെ കറങ്ങി വരുവാണ്. ഉണ്ടോ, താഴെക്കട വരുന്നു. താഴെക്കട വന്നിട്ട് ആ ലോക്ക് ഇതെന്ത് ഇതുണ്ടോ, വരുന്നുണ്ടോ, ഈ വന്നിരിക്കുന്നുണ്ടോ, ഇതാണ് ലോക്ക് പിടിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് കുട്ടികളുടെ സൈക്കിളിൻ്റെ ആണെങ്കിലും ചില ബൈക്കുകളുടെയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഈ ചെയിൻ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ലോക്ക് ഇടുന്നത്. അതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണിച്ചത്.